ഇനി എനിക്ക് തരാൻ സൗകര്യപ്പെട്ടില്ല വെടിച്ചിട മോളെ, കേട്ടല്ലോ. നിന്റെ അമ്മ അതിന്റെ അടുത്ത് നീ കാണിക്കുന്ന പരിപാടി നീ ഇങ്ങോട്ട് ഇറക്കണ്ട തൽക്കാലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പറയ മോളെ? ആണോ അല്ലയോ? എന്റെ കയ്യില് തെറ്റുണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് തീർക്ക്, മനസ്സിലായോ? ലാസ്റ്റ് തവണ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? തെറ്റിച്ചു കഴിഞ്ഞ ലിമിറ്റ് ഉണ്ട് തൊട്ടു, വീട്ടിലുള്ളവരെ പറയുന്നത്. ഒരു ലിമിറ്റും ഇല്ല. നീ വെടിച്ചിട മോളെ, ഒരു ലിമിറ്റും ഇല്ല. അത് കേൾക്കുന്ന എനിക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ കേൾക്കണം നിനക്ക് തോന്നണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാവണമായിരുന്നു ആദ്യം തൊട്ട്. മനസ്സിലായോ? ചോദിക്കണേ ഇനി നീ ഉത്തരം തരാണ്ട് ഒരു സെക്കൻഡെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മയ്ക്ക് കേൾക്കാൻ പോണത് നീ തെറിയല്ലാട്ടാ. ഒരു പന്ന പൊലയാടി തേ പിടിച്ച് വെടിച്ചിട മോളെ. ആ പന്ന നീ വീട്ടിലുള്ളവരെ പറയുന്ന നിന്നോട് ഞാൻ പറഞ്ഞ ഇപ്പൊ ഞാൻ നിനക്കൊരു വാണിംഗ് തന്നോ? ഇപ്പൊ ഞാൻ നിനക്കൊരു വാണിംഗ് തന്നോ? അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ല ഇത് കേട്ടിട്ട്. ആടി പിടിച്ചിട മോളെ, ആ പടക്കത്തിന്റെ മോള് തന്നെയല്ലേ നീ? 8 മണിക്കും 8:30ക്കും 9-നും 9:15-നും 9:45 വിളിക്കണം എന്നല്ലേ? അതിലേതേലും സമയം ഇതായി കഴിഞ്ഞു കഴിഞ്ഞാ എന്താ എന്നെ ബ്ലോക്ക് ചെയ്തോ? എത്ര ദിവസത്തേക്ക് വിളി? എത്ര ദിവസം എന്നൊന്നുമില്ല, മൊത്തം. ശരി, അടുത്ത് പറ. പിന്നെ മറ്റേ നിധുവിന്റെയും ഈ ലാസ്റ്റിലെ 6 പിക്കും മൊത്തം 6 പിക്ക് അത് ആർക്കീവിൽ തന്നെ ഉണ്ടാവും. പെർമിഷൻ ഇല്ലാണ്ടൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല, അത് അൺആർക്കീവ് ചെയ്യുന്നില്ല. ചെയ്ത എന്നെ ബ്ലോക്ക് ചെയ്തോ? ഈ കോളിൽ ഒരെണ്ണമെങ്കിലും മിസ് ചെയ്താൽ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോഴെന്നെ ബ്ലോക്ക് ചെയ്തോ? അതന്നെ ഈ കോളിൽ എന്തെങ്കിലും വൈകുക അല്ലെങ്കിൽ ഞാൻ വിളിക്കാണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തോ? മെല്ലെ പറഞ്ഞതല്ല ലുട്ടു, എന്തിനിങ്ങനെ കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഉണ്ട് ഇത്. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാൻ 8 മണിക്കും 8:30ക്കും 9 മണിക്കും 9:15-നും 9:45-നും ഈ പറഞ്ഞ 5 സമയം ഞാൻ വിളിക്കാം. എന്നിട്ട് ഇൻ കേസ് വിളിച്ചില്ല അല്ലെങ്കിൽ വൈകി കഴിഞ്ഞാൽ എന്നെ ബ്ലോക്ക് ചെയ്തു. കേട്ടോ? ഏതിലാ വെച്ച് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തോ? ഏതിലാ വെച്ച ചെയ്തോ? ഇഷ്ടമുള്ള പോലെ ചെയ്തോ, അങ്ങനെ വിളിക്കാതിരുന്നു. അതിന് ഞാൻ തെറ്റിക്കില്ലല്ലോ. പരിപാടി ഇന്നിപ്പോ ചെയ്ത പോലത്തെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇന്നും മിനിഞ്ഞാന്ന് നീ ചെയ്ത പോലത്തെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. കാരണം ഞാൻ വന്നാൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞു. എനിക്ക് നിന്നെ വിശ്വാസമില്ല, 5 പൈസക്ക് വിശ്വാസമില്ല. കാര്യം പറ. വന്നാ എന്നെ ബ്ലോക്ക് ചെയ്തോ? അടുത്ത് പറ. പിന്നെ നിധുവിന്റെ 3 പിക്കും ലാസ്റ്റിലെ മറ്റേ ഓണത്തിന്റെ പോലത്തെ സീരീസിലെ 3 പിക്കും ഞാൻ എന്താ പറയാ ആർക്കീവ് ഇട്ടിട്ടുണ്ട്. അത് പെർമിഷൻ ഇല്ലാണ്ടൊന്നും അൺആർക്കീവ് ഇല്ല. ചെയ്യില്ല. കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്തു. പക്ഷെ അതെങ്ങനെ കാണാണ്ട് ലുട്ടു എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്തോ? ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ലൂട്ടു ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യട്ടോ. ശരി, എന്നാ ലൂട്ടു ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകട്ടെ. ഇങ്ങനെ വല്ല ഡയലോഗ് ആണെങ്കിൽ തേവിടിച്ചിട മോളെ. ഞാൻ പറയില്ല പറഞ്ഞ എന്നെ ഒന്നും നോക്കണ്ട. എവിടെന്ന് വെച്ചാ ബ്ലോക്ക് ചെയ്തു. ഇതില് വല്ല തെറ്റി കേട്ടാ? അതു തെറ്റിക്കില്ല ലുട്ടു, തെറ്റിക്കില്ല. നോക്ക്, ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത്, ഓർത്തോ നീ? 9:45 എന്ത് എന്റെ വിളിക്കേണ്ട സമയാന്നു. ശരി, കുഴപ്പമില്ല. ഇന്ന് ഞാൻ അങ്ങനെ കേട്ടാ വിളിച്ചത്, ഓർത്തോ നീ? എന്തായാലും ഓർമ്മയുണ്ട്. തൊട്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ മൊത്തം എത്ര കാലം ഞാൻ പറയുന്നു അത്രയും കാലം നിന്റെ ഒരു കോളിംഗ് തെറ്റിയാതു ഇല്ല. തെറ്റിയാൽ തെറ്റി എന്ന് ബ്ലോക്ക് ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ വർക്കിന്റെ ഇടയിലാണെങ്കിൽ എങ്ങനെയാലും വിളിച്ചോളാം. ബ്ലോക്ക് മാത്രമല്ല കേട്ടോ, നല്ല പച്ചത്തേറി അമ്മയ്ക്ക് വിളിക്കും കേട്ടോ. ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞു ആണ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. പോരെ, ഇത് ഞാൻ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നീ കയ്യും കാലും പിടിച്ചിപ്പോ ഉണ്ടാക്കുന്ന നിയമമാണെങ്കിൽ അത് അല്ല.
അല്ല, എന്റെ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട്. ഇത് അല്ല, എന്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാന്ന് ഞാൻ പറയുന്നത്. അതാ പറഞ്ഞേ, ഇത് നീയേ ഇത് ഒന്ന് മിസ്റ്റേക്ക് ഇത് എങ്ങനെയും ഒന്ന് അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്ന് പറയണമെങ്കിൽ, ഇതൊന്നും നിനക്ക് ബാധക അല്ലെങ്കിൽ. അല്ല, ഞാൻ വിളിക്കും. ഈ പറഞ്ഞ സമയമല്ല എന്റെ അച്ഛ.